പ്രൈസ് ദി ലോർഡ്. ഞാൻ ബിനു രഞ്ജി. ഇപ്രാവശ്യം ഓൺലൈൻ റീഡിങ് വായിക്കാനാണ് കർത്താവ് എനിക്ക് അനുഗ്രഹം നൽകിയത്. ബൈബിൾ മാരത്തോണിനകത്ത് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഓഫ്ലൈൻ റീഡിങ് ആഗ്രഹമുള്ളവരും പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പേര് കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ ലിസ്റ്റ് ഇട്ട അന്നാണ് അറിയുന്നത് എനിക്ക് ഓൺലൈൻ റീഡിങ് ആണെന്ന്. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഓൺലൈൻ റീഡിങ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പിന്നെ ഓൺലൈനാണേലും ഓഫ്ലൈനാണേലും വചനം തന്നെയാണല്ലോ. കർത്താവ് നമ്മളോട് സംസാരിക്കണമെങ്കിൽ എപ്പം വേണമെങ്കിലും സംസാരിക്കാമെന്നുള്ള ഒരു ചിന്തയും എനിക്കുണ്ടായിരുന്നു. എന്തായാലും ദൈവം എന്നെ ഓൺലൈനിൽ വായിക്കാൻ തന്നെ അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആ വചനം വായിക്കുമ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് വായിക്കാൻ കിട്ടിയത് പുറപ്പാടായിരുന്നു. അപ്പോൾ 14 പറയുന്നു. പുറപ്പാട് 14 പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, കർത്താവ് എപ്പോഴാണ് ഉത്തരം തരിക, ചോദ്യങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ചോദിക്കുമ്പോൾ കർത്താവ് എപ്പോഴാണ് ഉത്തരം തരുന്നതെന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കർത്താവ് എനിക്കിപ്പോൾ ഒരു ഉറച്ചൊരു ബോധ്യം തരുവാണ്, കർത്താവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, നമ്മൾ ശാന്തരായിരുന്നാൽ മതി. ആ ശാന്തതയിലിരിക്കാനുള്ളൊരു കൃപ ആ വചനത്തിലൂടെ കർത്താവ് എനിക്ക് നൽകി. അതുപോലെ തന്നെ 2-ാം ദിവസം എനിക്ക് കിട്ടിയത് 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5 ഹെസക്കിയായോട് പറയുന്നതാണ്. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു ഉറപ്പ് കർത്താവ് തരുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം കർത്താവ് ഉത്തരം തരും. കർത്താവ് എൻ്റെ പ്രാർത്ഥനകളെല്ലാം കേട്ടെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നൊരു ബോധ്യം എനിക്ക് ഉണ്ടായി. അതുപോലെ തന്നെ പിന്നെ എപ്പോഴും ഞാൻ കർത്താവ് എനിക്ക് നിന്നെ കൂടുതൽ സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഓർക്കും, ഞാൻ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നില്ല. എങ്ങനെ കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുക എന്നൊക്കെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാധാരണ ഉത്തമഗീതം വായിക്കാനായിട്ട് അത്ര ഒരു ഇതായിട്ട് വായിക്കാറില്ല. ഇതെന്തോ ഒരു പ്രേമഗാനം പോലെ അങ്ങനെ ഒരു ഇതിലങ്ങ് പോകാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം വായിച്ചപ്പോഴാണ് കർത്താവ് എനിക്കൊരു ബോധ്യം തന്നത്, എങ്ങനെ കർത്താവിനെ സ്നേഹിക്കണമെന്നും കർത്താവ് നമ്മളെങ്ങനെ സ്നേഹിക്കുമെന്നും അതിനകത്ത് മണവാളും മണവാട്ടിയും പറയുന്നത് അങ്ങനൊരു ബോധ്യമാണ് എനിക്ക് ആ ഉത്തമഗീതം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പലപ്പോഴും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു, കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മളെ പൊതിയുന്നത്, എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള ആ വചനങ്ങളോട് പോയപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിട്ട് ഈ ഓൺലൈൻ മാരത്തോൺ എനിക്ക് അനുഭവമായി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ റോസിനും നന്ദി പറയുന്നു. ദൈവം എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ നിയമങ്ങൾക്ക് കർത്താവ് ഉത്തരം തരും. ശാന്തമായിട്ടിരിക്കാം.